ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഞാനും ആര്യമുണ്ട്. ഒരു ടീ ബ്രേക്കിന് ഇറങ്ങിയതാണ്. അപ്പോൾ കരുതിയെന്നാൽ ചെറിയൊരു വീഡിയോ ഷൂട്ട് ചെയ്താലോ എന്ന്. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ പറയാൻ വന്നത്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കുറേ നാളത്തെ ആഗ്രഹമാണ്. പിന്നെ എനിക്ക് കറക്റ്റ് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണേ. പിന്നെ ഇതാ കാണുന്നതാണ് ഇമിഗ്രേഷൻ. നമ്മുടെ ഡോക്യുമെൻറ്റ്സൊക്കെ ചെക്ക് ചെയ്യുന്നത് അവിടെയാണ്. അതുപോലെ നമ്മുടെ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുന്ന ചെക്കിങ് കൗണ്ടേഴ്സാണത്. അവിടെ തന്നെയാണ് നമ്മുടെ ബാഗേജൊക്കെ ഡ്രോപ്പ് ചെയ്യേണ്ടത് നമുക്ക്. ഇനി ഞാൻ പുറത്താണ് കേട്ടോ കഫേ. ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ അവിടെ ജസ്റ്റ് 2 കപ്പിൾസ് ഇരിക്കുന്നുണ്ടായി, അവരെയും കൂടി ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തു. അപ്പം ഞാനും ആരെയും കൂടി നടക്കുകയാണ്. ഒരു സമയം ഒരു 4:30 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ അതേ സെയിൽസിലെ സ്റ്റാഫാണ് കേട്ടോ. അവരും പോണ വഴിക്ക് അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരും വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞപ്പം അവരും കൂടി. ഇത് എൻ്റെ ആര്യയുടെ സ്ഥിരം ഏരിയയാണ്. ഞങ്ങൾ മിറർ നോക്കുന്നത് ഇവിടെയാണ്. പിന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം നോക്കിയപ്പോൾ നമ്മുടെ ഡോഗി വരുന്നുണ്ട്. ഇത് മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഡോഗ്സ് എയർപോർട്ടിൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ത്രെട്ടുള്ളൊരു ഏരിയ ആണ് എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ സ്നിഫ്, ഇപ്പം പാസഞ്ചേഴ്സിൻ്റെ എന്തെങ്കിലും ഹാൻഡ് ലഗേജോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അവർക്കൊരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ സ്നിഫ് ചെയ്യിപ്പിക്കും. വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ്സാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഡോഗ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങൾ വന്നേക്കുന്നത് രുചിയുടെ കഫേയിലാണ്. അതുള്ളത് വ്യൂവേഴ്സ് ഗാലറിയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അറൈവലിലോ ഡിപ്പാർച്ചറിലോ ഒക്കെ പാക്സിൻ്റെ കൂടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എയർക്രാഫ്റ്റൊക്കെ കുറച്ച് അടുത്തുനിന്ന് കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം, അത് ടേക്ക് ഓഫ് ചെയ്ത് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് വരാം. നിസ്സാര എമൗണ്ടേ ഉള്ളൂ ടിക്കറ്റിന്. എനിക്ക് അറിയില്ല, കറക്റ്റ് എമൗണ്ട് എത്രയാണെന്ന് അറിയില്ല. 100 സംതിങ് ആണ് ഒരാൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് വരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ അറൈവൽ ടൈമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് നേരത്തെയൊക്കെ വന്നിരിക്കണവരാണെങ്കിൽ ഇവിടെയൊക്കെ വന്നിരുന്ന് ഒരു ടീ ഒക്കെ കുടിച്ച് പൈനിറങ്ങാമല്ലോ. അപ്പം ഞാൻ ആരെയും കൂടി ടീ കുടിച്ചു. അതുപോലെ തന്നെ ആര്യ ഒരു ഉണ്ടമ്പുരി കഴിച്ചു കേട്ടോ. ഞാനൊന്നും കഴിച്ചില്ല. ഞാൻ ഉച്ചയ്ക്ക് ലേറ്റായിട്ടാണ് കഴിച്ചത്. അപ്പോൾ കാരണം പിന്നെ ഒന്നും കഴിച്ചില്ല. അത് നമ്മുടെ ഇൻഡിഗോ ആണ് കേട്ടോ. ഇൻഡിഗോ ടേക്ക് ഓഫ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ക്യാമറ വലിയ സുഖമില്ലാത്ത കാരണം ഭംഗിയിലൊന്നും ഷൂട്ട് ചെയ്യാൻ എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും അങ്ങനെ അറിയില്ല. അതാണ്. പിന്നെ നമ്മൾ ടീ കൂടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് പോകുമ്പോൾ, വരുമ്പോഴും ഇറങ്ങുമ്പോഴും തിരിച്ച് കയറുമ്പോഴും നമ്മൾ CSFൻ്റെ പാസ് നിർബന്ധമായിട്ട് കാണിക്കണം. എന്നിട്ടാണ് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ആ കാണുന്നതാണ് എക്സ്റേ മെഷീൻ എന്ന് പറയും. നമ്മുടെ ബാഗേജൊക്കെ ഇട്ടിട്ട് ചെക്ക് ചെയ്യണതാണ് അവിടെ ഒരു CSFRന് ഇരിക്കുന്നുണ്ട്. നമ്മൾ ഡ്യൂട്ടിക്ക് കയറുന്ന സമയത്ത് നമ്മുടെ സ്റ്റാഫിൻ്റെയൊക്കെ ബാഗേജ് ഇട്ടിട്ട് ചെക്ക് ചെയ്യണം. പിന്നെ ഈ കാണുന്നത് ഒരു മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ്. ഇപ്പം പാക്സിനോ അല്ലെങ്കിൽ സ്റ്റാഫിന് എന്തെങ്കിലും എമർജൻസി വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. അത് ടെർമിനൽ മെഡിസിൻ റൂമാണ്. സാറാണ് വരുന്നത്. പുള്ളി ചോദിച്ചു എന്താണ് പരിപാടി എന്ന്. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കണം. ഞങ്ങൾ ഈ ഭാഗത്തേക്കൊന്നും അങ്ങനെ വരാറില്ല. ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങോട്ടൊക്കെ വന്നു എന്നുള്ളൂ. പിന്നെ എയർപോർട്ടിൽ എങ്ങനെയാണ് ജോബിനെ കയറി എന്തൊക്കെ എക്സ്പീരിയൻസ് വേണം അങ്ങനെയൊക്കെ കുറച്ച് പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഈവൺ എൻ്റെ ഫ്രണ്ട്സ് പോലും. അപ്പം ഞാനതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഇടാം. നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ എന്തെങ്കിലും കണ്ടൻസോ കാര്യങ്ങളോ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതും സജഷൻസായിട്ട് കമൻസായിട്ട് നിങ്ങൾ അറിയിച്ചോളൂ. ജസ്റ്റ് അങ്ങനെയും ചെയ്യാം. എനിക്കറിയില്ല എന്തൊക്കെ കണ്ടൻസാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത്. അങ്ങനെ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഡിപ്പാർച്ചറിലെ തന്നെ ഇങ്ങനെ സ്റ്റാറ്റ്യൂസ് പോലെ എലഫൻറ്റിൻ്റെ മേഡ് അത് ചുമ്മാ അങ്ങോട്ട് പോയതാണ്. പിന്നെ ഈ കാണുന്നത് പറയിപ്പറ്റ പന്തിരുകുലം എന്ന് പറഞ്ഞിട്ടുള്ള തീം ബേസ് ചെയ്തിട്ട് ഉള്ളൊരു ചുമർ ചിത്രമാണ്. നല്ല മനോഹരമല്ലേ കാണാനായിട്ട്, നല്ല ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനതും കാണിച്ചതാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ, വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ ചായയുടെയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇനി തിരിച്ച് ഡ്യൂട്ടിക്ക് കയറാണ്. ഇപ്പോൾ ഒരു 5 മണി കഴിഞ്ഞു കേട്ടോ. 5 മണി 5:15 സമയം. ഇനി എനിക്ക് 7 മണി വരെയാണ് ഡ്യൂട്ടി ഉള്ളത്. അപ്പോൾ ശരി, എന്നാൽ ആദ്യമായിട്ടാണ് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.